മരണം പുൽകുന്നതിന് മുൻപ് അനേകരുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ യുവ വൈദികന്റെ ജീവിതകഥ തിയേറ്ററുകളിൽ. അർബുദത്തെ തുടർന്ന് നിത്യതയിലേക്ക് യാത്രയാവുന്നതിന് മുൻപ് നിരവധി ആളുകളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ കത്തോലിക്ക വൈദികനായ ഫാദർ റയാൻ സ്റ്റവാൻസിന്റെ ജീവിതകഥ പറയുന്ന ലവ് ഗോഡ്സ് വിൽ എന്ന ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തി. ഫാദർ റയാൻ അംഗമായിരുന്ന ഗാൽവസ്റ്റൺ ഹൂസ്റ്റൺ അതിരൂപതയുടെ സഹകരണത്തോടെ പലോമിറ്റ എന്ന പേരിലുള്ള ഹൂസ്റ്റൺ ആസ്ഥാനമായ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഡോക്യുമെന്ററി രൂപത്തിൽ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. റയാന്റെ മാതാപിതാക്കളായ റേയും സൂസനും സഹോദരനായ റോസും സഹോദരന്റെ ഭാര്യയായ ഗാബിയും കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളും ഇടവാംഗങ്ങളും അതിരൂപതയിലെ മറ്റു വൈദികരും ഉൾപ്പെടെ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രശസ്തമായ ടെക്സാസ് A&M സർവകലാശാലയിൽ നിന്നും പെട്രോളിയം എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കിയതിനു ശേഷം മികച്ച ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാമെന്നുള്ള പദ്ധതി ഉണ്ടായിരുന്ന സമയത്താണ് ദൈവം തന്നെ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നുണ്ട് എന്ന് റയാൻ തിരിച്ചറിയുന്നത്. കോളേജ് കാലത്തും ഇതിനു മുമ്പ് ക്യാൻസർ പിടിപെട്ടിരുന്നെങ്കിലും അതിനെ അതിജീവിച്ച് റയാൻ പുറത്തു വന്നിരുന്നു. ഇതിനിടെ വൈദിക പഠനം പൂർത്തിയാക്കി പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുൻപാണ് തനിക്ക് ക്യാൻസർ ആണെന്ന് റയാൻ വീണ്ടും മനസ്സിലാക്കുന്നത്. അർബുദമാണെന്ന് അറിഞ്ഞിട്ടും വിട്ടുകൊടുക്കാൻ ഈ യുവാവ് തയ്യാറായില്ല. പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം രോഗബാധിതനായിരിക്കെ തന്നെ 2019 ജൂൺ മാസം ഹൂസ്റ്റണിലെ പ്രിൻസ് ഓഫ് പീസ് കത്തോലിക്ക ദേവാലയത്തിൽ അദ്ദേഹം സേവനം ആരംഭിച്ചു. തന്റെ സേവന കാലയളവ് അനേകരുടെ ജീവിതങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അനേകരുടെ ഹൃദയങ്ങളിലായിരുന്നു ഈ യുവ വൈദികന്റെ സ്ഥാനം. ഇതിന് 2 വർഷങ്ങൾക്ക് ശേഷം 2021 ജൂൺ 21 ദൈവസന്നിധിയിലേക്ക് വൈദികൻ യാത്രയായെങ്കിലും ഇടവകാംഗങ്ങളുടെ ഇടയിൽ വലിയൊരു സ്വാധീനമാണ് റയാൻ ഉണ്ടാക്കിയത്. സഹോദരൻ മരണപ്പെട്ടതിന് ശേഷമാണ് റയാന്റെ ഓരോ ദിവസവും എങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നതെന്നും അത് ഹൃദയസ്പർശിയായ അനുഭവമായിരുന്നുവെന്നും സഹോദരൻ റോസ് പറയുന്നു. തങ്ങൾ സ്വാഗതം ചെയ്യപ്പെടുന്നുവെന്ന ഓരോ വ്യക്തിക്കും തോന്നലുണ്ടാകാൻ വേണ്ടി വലിയ ശ്രമം സഹോദരൻ നടത്തിയിരുന്നതായി തനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് റോസ് കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും സഹനത്തിലൂടെ കടന്നു പോകുന്നവർക്ക് തങ്ങളുടെ സഹനം ദൈവത്തിന് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെടുത്താൻ ചിത്രത്തിലെ റയാന്റെ ജീവിതം സഹായകരമാകുമെന്ന് ഗാബി പറയുന്നു. വൈദികന്റെ ജീവിതം കേന്ദ്രമാക്കിയിട്ടുള്ള ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിനു ശേഷം ടെക്സാസിന് പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങളിലും ചിത്രത്തിന്റെ പ്രദർശനം വേണമെന്ന ആവശ്യമുന്നയിച്ച് ആളുകൾ മുന്നോട്ട് വന്നതിനെ തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും പ്രദർശനം നടത്താനുള്ള ശ്രമത്തിലാണ് പിന്നണി പ്രവർത്തകർ. ചിത്രം പ്രദർശനത്തിന് എത്തിയതിനു ശേഷം നിരവധി ആളുകൾ തങ്ങളുടെ അനുഭവം പറയാൻ സമീപിക്കുന്നുണ്ടെന്നും അവരുമായി സംസാരിക്കുമ്പോൾ ഓരോ വ്യക്തിക്കും ഫാദർ റയാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവകഥകൾ പറയാനുണ്ടെന്ന് ബോധ്യമാവുകയാണെന്നും ഗാബി പറയുന്നു.